ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു യു കെ എജു പ്ലസ് ചാനൽ. ഏവർക്കും യു കെ എജു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ്, അതായത് ജോഗ്രഫിയിലെ 3ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഫ്രം ദി റെയിനി ഫോറസ്റ്റ് ടു ദി ലാൻഡ് ഓഫ് പെർമഫ്രോസ്റ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും യു കെ എജു പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ 1 മാർക്കിന് ചോദിക്കാവുന്ന 1ാമത്തെ ചോദ്യം: വാട്ട് റീജിയൻ റിസീവ്സ് ഡയറക്റ്റ് സൺലൈറ്റ് ത്രൂ ദി ഇയർ? അതായത് വർഷം മുഴുവനും ലംബമായ സൗരകിരണങ്ങൾ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ആൻസർ: ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, അതായത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. 2ാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദി ആവറേജ് ആനുവൽ റെയിൻഫാൾ ഇൻ ദി ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് സോൺ? അതായത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ വാർഷിക മഴയുടെ വ്യാപ്തി എത്രയാണ്? അതായത് 175 സെൻറ്റിമീറ്റർ മുതൽ 250 സെൻറ്റിമീറ്റർ വരെയാണ് മഴ കിട്ടുന്നത്. ഓക്കെ. 3ാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദി നെയിം ഗിവൻ ടു ദി റെയിൻ ഫോറസ്റ്റ് ഇൻ ദി ആമസോൺ ബേസിൻ? ആമസോൺ തടത്തിൽ മധ്യരേഖ മഴക്കാടുകൾക്ക് നൽകിയിട്ടുള്ള പേരെന്താണ്? ആൻസർ: സെൽവാസ്. ഓക്കെയാണല്ലോ. അടുത്ത 4ാമത്തെ ചോദ്യം: വാട്ട് ഈസ് എ മേജർ ഒബ്സ്റ്റക്കിൾസ് ടു ഡെവലപ്മെൻറ്റ് ഇൻ ഇക്വട്ടോറിയൽ റെയിനി ഫോറസ്റ്റ്? ഭൂമധ്യരേഖ മഴക്കാടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലെ വികസനത്തിന് പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്? ആൻസർ: ലാക്ക് ഓഫ് സൺലൈറ്റ്. അടുത്ത 5ാമത്തെ ചോദ്യം: ഓൺ വിച്ച് കോണ്ടിനെൻറ്റ് ഈസ് മൗണ്ട് കിളിമഞ്ചാരോ ലൊക്കേറ്റഡ്? അപ്പോൾ കിളിമഞ്ചാരോ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ്? ആൻസർ: ആഫ്രിക്ക. അപ്പോൾ 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ നിന്നും ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെയാണല്ലോ. അടുത്ത് നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ 2ാമത്തെ ചോദ്യം: 1. 2 കോമൺ അനിമൽസ് ഇൻ ദ ടുൻഡ്ര. തുന്ദ്ര മേഖലയിൽ കാണപ്പെടുന്ന 2 പ്രധാനപ്പെട്ട അനിമൽസ്. 1ാമത്തെ റെയിൻഡിയർ, 2ാമത്തെ ആർട്ടിക് ഫോക്സ്. 2ാമത്തെ ചോദ്യം: വാട്ട് ഈസ് പോളാർ നൈറ്റ്? എന്താണ് ധ്രുവ രാത്രി? പോളാർ നൈറ്റ് എന്ന് പറയുമ്പോൾ ആൻസർ: എ പീരീഡ് ഇൻ ദി ആർട്ടിക് സർക്കിൾ വെർ ദ സൺ ഡസിൻ റൈസ് ഫോർ മന്ത് കൊടുത്തിട്ടുണ്ട്, നവംബർ ടു ജനുവരി അല്ലേ? അതായത് ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആർട്ടിക് സർക്കിളിനും അതുപോലെ ധ്രുവത്തിനും ഇടയിലുള്ള പ്രദേശങ്ങളിൽ സൂര്യൻ ആഴ്ചകളോളം ഉദിക്കാത്ത പ്രതിഭാസമാണ് എന്ത്? പോളാർ നൈറ്റ്. പഠിച്ചിരിക്കുക. അടുത്ത് 2ാമത്തെ ചോദ്യം: വൈ ആർ റെയിൻ ഫോറസ്റ്റ് കോൾഡ് ദ ലെങ്സ് ഓഫ് ദി എർത്ത്? അല്ലേ? അതായത് ഇവിടെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ലോകത്തിൻ്റെ ശ്വാസകോശം എന്ന് വിളിക്കുന്നത്? ആൻസർ: they absorb massive amount of carbon dioxide and produce oxygen through photosynthesis. അതായത് ഈ നിത്യഹരിത മഴക്കാടുകൾ വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഓക്കെ. അടുത്തത് മറ്റൊരു ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ. വാട്ട് ഈസ് എ ബ്ലിസാർഡ്? എന്താണ് ബ്ലിസാർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആൻസർ: എ സിവിയർ snowstorm with a strong wind common in the tundra often causing heavy snowfall. അതായത് ടൻഡ്ര പ്രദേശത്ത് അല്ലെങ്കിൽ തുന്ദ്ര പ്രദേശത്ത് വീശുന്ന ശക്തമായ മഞ്ഞ് വീഴ്ചയോട് കൂടിയ കൊടുങ്കാറ്റുകളെയാണ് ബ്ലിസാർഡ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും കനത്ത മഞ്ഞ് വീഴ്ചയ്ക്ക് കാരണമാകാറുണ്ട്. അടുത്ത ചോദ്യം. ഈ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും പഠിച്ചിട്ട് എക്സാമിന് പോകാവൂ. ഓക്കെ. ദെൻ വൈ ഈസ് ദി ഇക്വട്ടോറിയൽ റീജിയൻ കോൾഡ് ഡോൾഡ്രംസ്? ഇവിടെ പറയുന്നുണ്ട് ആൻസർ: ഡ്യൂ ടു ലോ വിൻഡ് മൂവ്മെൻറ്റ് കോസ്ഡ് ബൈ കോൺസ്റ്റൻറ്റ് ഹൈ പ്രഷർ ആൻഡ് സോളാർ ഹീറ്റിംഗ് ക്രിയേറ്റിംഗ് എ കാം സോൺ വെർ ട്രേഡ് വിൻഡ്സ് കവറേജ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മേജർ ക്രോപ്സ് ഇൻ ഇക്വട്ടോറിയൽ ക്ലൈമറ്റ്സ്. അല്ലേ? ഇക്വട്ടോറിയൽ ക്ലൈമറ്റ്സിലെ പ്രധാനപ്പെട്ട ക്രോപ്സ് ഏതൊക്കെയാണ്? റബ്ബറും കൊക്കോ. അപ്പോൾ
ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും വൃത്തിയായിട്ട് പഠിച്ചു പോകുക. ഇതിൽ ബ്ലിസാർഡൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ ഇക്വട്ടോറിയൽ ക്ലൈമറ്റ്സ്, അവിടുത്തെ പ്രധാനപ്പെട്ട മേജർ ക്രോപ്സൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സാമിന് പോകുമ്പോൾ എല്ലാവരും ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ എല്ലാവരും പഠിച്ചു പോകണം. ഓക്കെ ആണല്ലോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.